പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ തനിക്ക് ലഭിച്ച 20 വർഷം ശിക്ഷാവിധി തടയണം എന്നാവശ്യപ്പെട്ട് പയ്യന്നൂരിലെ LDF സ്ഥാനാർത്ഥി VK നിഷാദ് ഹൈക്കോടതിയിൽ 20 വർഷം തടവ് ശിക്ഷ ലഭിച്ചതിനെ തുടർന്ന് VK നിഷാദ് ജയിലിലാണ്. ഹർജിയിൽ ഹൈക്കോടതി പ്രോസിക്യൂഷന് നോട്ടീസ് അയച്ചു. ഡിസംബർ 8-നകം മറുപടി നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. ശിക്ഷാവിധി തടയണം എന്ന ആവശ്യത്തിൽ ഹൈക്കോടതി ഡിസംബർ 8-ന് തീരുമാനം എടുക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. പയ്യന്നൂരിൽ പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിലാണ് കുറ്റക്കാരനായ CPM പ്രവർത്തകർക്ക് 20 വർഷം തടവ് ശിക്ഷ വിധിച്ചത്. CPM പ്രാദേശിക നേതാക്കളായ TCV നന്ദകുമാർ, VK നിഷാദ് എന്നിവരെയാണ് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ഇരുവരും 2.5 ലക്ഷം രൂപ വീതം പിഴയും അടയ്ക്കണം. പയ്യന്നൂർ നഗരസഭയിലെ മൊട്ടമ്മൽ വാർഡിൽ LDF സ്ഥാനാർത്ഥിയാണ് VK നിഷാദ്. കൂടാതെ DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമാണ് ഇയാൾ. ശിക്ഷ വിധി പത്രിക സമർപ്പണത്തിന് ശേഷമായതിനാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം, എന്നാൽ വിജയിച്ചാൽ രാജിവെക്കേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യമുണ്ടായാൽ അതിൽ നിന്ന് രക്ഷ നേടുന്നതിനാണ് ഇയാൾ കോടതിയെ സമീപിച്ചത്. 2012 ഓഗസ്റ്റ് 1-നാണ് കേസിനാസ്പദമായ സംഭവം. CPM ജില്ലാ സെക്രട്ടറിയായിരുന്ന ജയരാജിനെ അരിയൂർ ഷിക്കു വധക്കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ വലിയ സംഘർഷം ഉടലെടുത്തിരുന്നു. അതിനിടെയാണ് SIയും ASIയും സഞ്ചരിച്ച പോലീസ് വാഹനത്തിന് നേരെ പ്രതികൾ ബോംബെറിഞ്ഞത്. വെള്ളൂർ VK നിഷാദ് 35, വെള്ളൂർ അന്നൂരിലെ TCV നന്ദകുമാർ 35, വെള്ളൂർ ആറാം വലയിലെ A മിഥുൻ 36, വെള്ളൂർ ആലിൻകീഴിൽ കുനിയേരിയിലെ KV കൃപേഷ് 38 എന്നിങ്ങനെ 4 പേരാണ് പ്രതിപ്പട്ടികയിലുണ്ടായിരുന്നത്. 2 പേരെ കോടതി വിട്ടിരുന്നു.